നമ്മളുണ്ടാക്കിയ കരാറിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഖണ്ഡികയായിട്ട്. അതിൽ പറഞ്ഞത് ഇതിന്റെ ഉടമസ്ഥാവകാശം ഗവൺമെന്റിനായിരിക്കും എന്നതാണ്. ഗവൺമെന്റിനാണ് ഉടമസ്ഥാവകാശം, അതോറിറ്റി. ഇതിന്റെ ഭാഗമായിട്ട് ഷെയർ വിൽപ്പന നടത്തുമ്പോൾ 25% വരുന്ന ഷെയർ വിൽക്കുമ്പോൾ അതോറിറ്റിയുടെ സമ്മതം വാങ്ങണം. അതോറിറ്റി എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സമ്മതം വാങ്ങണം. ഇതിൽ വിചിത്രമായൊരു ചിത്രം, ജൂൺ 30 യഥാർത്ഥത്തിൽ ഒരു വാർത്ത പുറത്തു വന്നത്. MSE എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയുമായി അദാനി 49% ഷെയർ അദ്ദേഹത്തിന്റെ 13,000 കോടിക്ക് വിറ്റു എന്ന വാർത്ത 29-നാണ് വന്നത്. ജൂൺ 29. ജൂൺ 30 കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമുണ്ട് ഈ വിൽപ്പനയും അതുപോലെ തന്നെ കൈമാറ്റവും എല്ലാം കൈകാര്യം ചെയ്യുന്നത്. സെബി എന്നാണ് അതിന്റെ പേര്. സെബി. ആ സെബിക്ക് ഇവര് കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിന്റെ കോപ്പി ഇപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. ഞങ്ങൾ 49% ഷെയർ MSE കമ്പനിക്ക് വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായ സെബിയുടെ അനുവാദം വേണം. അതാണ് അതിന്റെ രത്നച്ചുരുക്കം. ആ രേഖ ഇപ്പോഴും പുറത്തു വന്നു. ആ രേഖ പുറത്തു വന്നതിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ വിചിത്രമായ ഒരു കാര്യം ജനങ്ങളോട് പറഞ്ഞു. അസംബ്ലി തന്നെ പറഞ്ഞു. ജോയി എല്ലാം കൂടി ചോദിച്ച ചോദ്യത്തിന് അവസാനം ഗത്യന്തരമില്ലാതെ പറയേണ്ടി വന്നതാണ്. എന്താ പറഞ്ഞത്? ഞാൻ അറിയില്ല. സെൻട്രൽ ഗവൺമെന്റിന്റെ സെബിയുടെ മുമ്പിൽ 29 കഴിഞ്ഞ് 30 ഈ ഷെയർ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കത്ത് അദാനി നൽകിയതിന് ശേഷവും ഞാൻ പത്രത്തിലാണ് കണ്ടത് എന്ന ഉത്തരം പറഞ്ഞ് തനിതപ്പുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. ഒരു മുഖ്യമന്ത്രിയെ കളവ് പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ? ഞാൻ അറിയില്ല, പത്രത്തിലാണ് കണ്ടത്. അപ്പൊ ചോദിച്ചു, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു, 25% കൂടുതൽ ഷെയർ വിൽക്കുമ്പോൾ മുൻകൂട്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരം വാങ്ങണ്ടേ? മുഖ്യമന്ത്രി പറഞ്ഞു വാങ്ങണം. വാങ്ങിയോ? വാങ്ങിയില്ല. വാങ്ങിയില്ല എന്ന് പറയുമ്പോൾ വാങ്ങാതെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ VD സതീശൻ ഈ പറയുന്ന അദാനി കമ്പനിയുമായി രഹസ്യധാരണയുണ്ടാക്കിയിരിക്കുന്നു എന്ന കാര്യം ആരും മറക്കണ്ട. വെറുതെ വന്നതല്ല ഇതൊന്നും. കൃത്യമായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പോഴാണ് ഞങ്ങളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞ ഒരു കാര്യം ഗൗരവപൂർവ്വം നിങ്ങൾ കാണേണ്ടത്. മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യൽ ട്രിപ്പ്, ഒരു പ്ലെയിൻ, ചാർട്ടേഡ് പ്ലെയിൻ, സാധാരണ ഈ ട്രെയിനിന് പോയാൽ തന്നെ മതി, നമ്മുടെ മംഗലാപുരത്തേക്കാണ് പോയത്. അതിൽ സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടുള്ള കേസിലെ പ്രതി ഉൾപ്പെടെയുണ്ട്. അദാനിയുടെ പ്രധാനപ്പെട്ട വക്താക്കളും ഉണ്ട്. ഇവരെല്ലാം കൂടി ചേർന്ന് ഒരു സന്ധി സംഭാഷണത്തിനാണ് അവിടെ പോയത് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് ഇന്നേ വരെ അല്ലാന്നോ ആണെന്നോ പറഞ്ഞിട്ടില്ല. കോൺഗ്രസും പറഞ്ഞിട്ടില്ല, സതീശനും പറഞ്ഞിട്ടില്ല. ചാർട്ടേഡ് പ്ലെയിനിൽ പോയി ഈ പറയുന്ന അദാനി ഉൾപ്പെടെയുള്ള കമ്പനിയുമായി എന്തൊക്കെ കരാർ. ഇത് മാത്രമല്ല, ധാതുഖനനവുമായി ബന്ധപ്പെട്ട കാര്യം ലോകോത്തരമായ രീതിയിൽ വിഷൻ സമുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമുദ്രവും
നമ്മുടെ കടലിന്റെ കരയും അതുപോലെ തന്നെ കരിമണലും എല്ലാം പൂർണ്ണമായിട്ട് വിറ്റ് തുലക്കാൻ, എല്ലാം പൂർണ്ണമായിട്ട് ബഹുരാഷ്ട്ര കമ്പനികൾക്ക് കൊടുത്ത് ഏൽപ്പിക്കാൻ തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ കാഴ്ച എന്ന് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും വ്യക്തമായി. നമുക്കൊരു കാര്യം കൂടി അതിന്റെ ഇടയിൽ മനസ്സിലായത് ധവളപത്രം വന്നപ്പോഴാണ്.